Assalamu Alaikum, my dear children. This is the 6th video for you. In the previous classes we studied the first chapter of maths, that is 4-digit numbers, and we finished that chapter in the last video. So today change in that is കഴിഞ്ഞ ക്ലാസ്സിൽ വരെ നമ്മൾ 4-digit നമ്പേഴ്സ് എന്ന് പറഞ്ഞ പേരിൽ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു. അത് നമ്മൾ കഴിഞ്ഞ വർഷം വരെ വന്ന ടെക്സ്റ്റ് അങ്ങനെയായിരുന്നു. ഇന്നാണ് മിസ്സിൻ്റെ പുതിയ ടെക്സ്റ്റ് കിട്ടിയത്. ഈ വർഷം വന്ന പുതിയ ടെക്സ്റ്റ് നമ്മുടെ മാത്സ് മാത്രം ടെക്സ്റ്റ് ബുക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ മാത്തി മാജിക് എന്നും പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് ബുക്കായിരുന്നു. ഒറ്റ ടെക്സ്റ്റ് ബുക്കേ നമുക്കുണ്ടായിരുന്നുള്ളൂ. ദിസ് ഇയർ ഓൺവേർഡ്സ് യു ഹാവ് 2 ടെക്സ്റ്റ് ബുക്ക് ഫോർ 3rd സ്റ്റാൻഡേർഡ്. പാർട്ട് എ, പാർട്ട് ബി എന്ന് പറഞ്ഞ് 2 ടെക്സ്റ്റ് ബുക്സ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. പുതിയ ബുക്കാണ്, വണ്ടർ മാത്ത് എന്ന് പറഞ്ഞാണ് അത് വന്നിരിക്കുന്നത്. ഇത് പാർട്ട് എയുടെ ബുക്കാണ് മിസ്സിൻ്റെ കയ്യിലിരിക്കുന്നത്. സോ ഇതിനകത്ത് നമ്മൾ ഒരു ചാപ്റ്റർ ഓൾറെഡി കഴിഞ്ഞു. ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ 1 ഷേപ്സ് എന്ന് പറഞ്ഞ് ഷേപ്സിനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ്. പക്ഷേ നമ്മൾ പഠിച്ചത് 4-digit നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ്. 4-digit നമ്പേഴ്സ് എന്ന് പറഞ്ഞ പേരിൽ ഇതിനകത്ത് ഈ ടെക്സ്റ്റ് ബുക്കിൽ 2 ടെക്സ്റ്റ് ബുക്കിലും ഒരു ചാപ്റ്ററും ഇല്ല. ബട്ട് ഇതിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് എന്നുള്ള നെയിമിൽ വന്നിരിക്കുന്നതാണ്. നമ്പേഴ്സ് എന്നും പറഞ്ഞ് സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് മാത്സിലുണ്ട്. നമുക്കത് വേണ്ടത് തന്നെയാണ്. ഈ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്റർ മിസ് നോക്കിയപ്പം നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും തന്നെ ചാപ്റ്ററിൻ്റെ പേര് മാറിയിട്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. നമ്മൾ ഈ ചാപ്റ്ററിനകത്തും ഈ ടെക്സ്റ്റ് ബുക്കിനകത്തും 4-digit നമ്പറാണ് പഠിക്കുന്നത്. അതുപോലെ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ ആണ്, കമ്പയറിങ് നമ്പേഴ്സ് ആണ്, പിന്നെന്താണ് സ്മോളസ്റ്റ് നമ്പർ ഫൈൻഡ് ചെയ്യാനാണ്, പ്ലേസ് വാല്യൂ ഫേസ് വാല്യൂ ആണ്. പിന്നെ ഇതിനകത്ത് സക്സസർ ആൻഡ് പ്രെഡിസസർ നമ്മൾ ഈ ടെക്സ്റ്റിൽ മിസ് കണ്ടില്ല. പക്ഷേ അത് നമുക്ക് എപ്പോഴും 3rd സ്റ്റാൻഡേർഡിൽ വേറെ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ സക്സസർ പ്രെഡിസസർ വരും. അതുപോലെ നെക്സ്റ്റ് 4th 5th പോകുമ്പോഴും എല്ലാം ആവശ്യമാണ്. അതുകൊണ്ട് അത് പഠിച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഇതുവരെ പഠിക്കാത്ത 1 more topic is here, that is rounding of numbers. Okay, today we are moving to that topic. We are going to study that topic, rounding of numbers. ചാപ്റ്ററിൻ്റെ നെയിമൊന്നും ആരും മാറ്റണ്ട, ഇതുപോലെ തന്നെ പോട്ടെ. സ്കൂളിൽ വരുന്ന സമയത്ത് മിസ് ചാപ്റ്ററിൻ്റെ പേരൊക്കെ മാറ്റിത്തരാം. ഇപ്പോൾ നമുക്ക് ന്യൂ ടോപ്പിക് പഠിക്കാം, ദാറ്റ് ഈസ് റൗണ്ടിങ് ഓഫ് നമ്പേഴ്സ്. റൗണ്ടിങ് ഓഫ് നമ്പേഴ്സ് ടു ദ നിയറസ്റ്റ് ടെൻസ്. റൗണ്ടിങ് ഓഫ് നമ്പേഴ്സ് ടു ദ നിയറസ്റ്റ് പല നമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനുള്ള ടു ദ നിയറസ്റ്റ് tens. For studying this rounding of numbers to the nearest tens, first I will read a bit of story in this textbook. That is, the students plan to organize a bonfire in the evening. Ankit and his friends are given the responsibility of arranging wooden sticks. They collect about 70 wooden sticks. There are about 20 gourds near the fire. Did you notice the word about before 70 and 20? അതായത് ഒരു ഈവനിങ് ക്യാമ്പ് ഫയറിന് കുറച്ച് പിള്ളേർ അറേഞ്ച് ചെയ്തു. അങ്കിതിൻ്റെ ഫ്രണ്ട്സും കൂടെ ഒരു ഈവനിങ് ക്യാമ്പ് ഫയർ അറേഞ്ച് ചെയ്തു. അതിനകത്ത് അവർക്ക് അവർ കുറച്ച് വുഡൻ ക്യാമ്പ് ഫയർ എന്ന് പറഞ്ഞാൽ നമ്മളില്ല വിറകൊക്കെ വെച്ച് തീ കൂട്ടി ഇങ്ങനെ അതിന് ചുറ്റിനും ഇരുന്ന് കളിക്കുക, പാട്ടുപാടുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ക്യാമ്പ് ഫയർ. സോ ദേ കളക്ട് അബൌട്ട് 70 wooden sticks and there are about 20 gourds near the fire. അതായത് about എന്നുള്ളൊരു വേർഡ് അവിടെ യൂസ് ചെയ്ത് about 70 wooden sticks. ഈ about എന്നവിടെ യൂസ് ചെയ്തിരിക്കുന്നത് the numbers 70 and 20 are not the exact number here. അതായത് ഈ 70 വുഡൻ സ്റ്റിക്സ് കളക്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് മുന്നേ എബൌട്ട് എന്ന് യൂസ് ചെയ്തിരിക്കുന്നത് 70 കറക്റ്റ് നമ്പർ ഓഫ് 70 തന്നെയല്ല, ഒരു നിയർലി എബൌട്ട് അല്ലെങ്കിൽ ഒരു നിയർലി ഒരു 70 അല്ലെങ്കിൽ നിയർലി ഒരു 70ക്ക് മേളിലും വരാം. എബൌട്ട് എന്ന് പറയുന്ന ഒരു ഏകദേശം
70 കളക്ട് ചെയ്തു എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൗണ്ടിങ് ഓഫ് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു 62 ഈ ക്ലാസ്സിലിപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര പേരുണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. അപ്പം നിങ്ങൾ പറയും about 40 അല്ലേ, about 40 എന്ന് പറയും. about 40 മീൻസ് ഏകദേശം 40, അല്ലെങ്കിൽ 40ക്ക് മേളിൽ വരാം, അവിടെ 40ക്ക് താഴെ വരാം. about 40 സ്റ്റുഡൻസ്. ഇതിനകത്ത് ഈ സ്കൂൾ ഫുള്ളായിട്ട് എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയില്ല. ഒരു about 300 അല്ലെങ്കിൽ about 350 എന്നൊക്കെ പറയും. അപ്പോൾ ഏകദേശം ഒരു 350 പിള്ളേർ, ഏകദേശം ഒരു 400 പിള്ളേർ എന്നൊക്കെ പറയും. സോ that is we are going to study, that is meant by rounding off. ഇനി റൂൾ ഫോർ റൗണ്ടിങ് ഓഫ് നമ്പേഴ്സ്. നമ്പേഴ്സിനെ റൗണ്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൂള് പറയുന്നുണ്ട്. So rounding of the numbers to the nearest tens we are studying now, and here some rules to rounding of the numbers. So rules for rounding of the numbers, and to round off the numbers to nearest tens, look at the ones digit in the digit in the ones place. For example, I am showing one example. It is 38. Okay, 38. I am writing one example here, 38. If it is less than 5, write 0 in the ones place. That is, നമ്മൾ ഒരു നമ്പർ ഇവിടെ എഴുതുന്നു, അതിനെ നിയറസ്റ്റ് 10ലോട്ട് നമുക്ക് എന്ത് ചെയ്യണം? റൗണ്ട് ഓഫ് ചെയ്യണം. റൗണ്ട് ഓഫ് നിയറസ്റ്റ് 10ലോട്ട് റൗണ്ട് ഓഫ് ചെയ്യാനുള്ള റൂൾസ് ആണ് മിസ് ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്. ഫസ്റ്റ് റൂൾ ഈസ് ദാറ്റ് നമുക്ക് നിയറസ്റ്റ് 10ലോട്ട് റൗണ്ട് ഓഫ് ചെയ്യാൻ നമ്മൾ അതിൻ്റെ വൺസ് പ്ലേസ് ആണ് എടുക്കുന്നത്. ഇത് വൺസ്, ഇത് ടെൻസ്, അതെല്ലാവർക്കും അറിയാം. വൺസ് പ്ലേസ് നമ്മൾ ചെക്ക് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 5, റൈറ്റ് 0 ഇൻ ദ വൺസ് പ്ലേസ്. അതായത് നമ്മൾ തന്നിരിക്കുന്ന ഈ നമ്പറിൽ വൺസ് പ്ലേസ് ലെസ് ദാൻ 5 ആണെങ്കിൽ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് 0 എന്ന് ഇടും. ഹിയർ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 5 അല്ലേ? നമ്മൾ ലെസ് ദാൻ 5 വേറൊരു നമ്പർ എഴുതാം, 34. മിസ് ഇവിടെ 34 എഴുതിയിരിക്കുന്നു. 4 എന്ന് പറയുന്നത് ലെസ് ദാൻ 5 അല്ലേ?
അപ്പോൾ ലെസ് ദാൻ 5 ആണെങ്കിൽ നമ്മൾ അതിനെ സീറോയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം ഇത് ഇവിടെ 4 എന്ന് പറയുന്നത് 5നേക്കാളും ചെറുതാണ്. അപ്പം നമ്മൾ ഈ 4നെ കൺവേർട്ട് ചെയ്ത് സീറോയിലോട്ട് ആക്കുമ്പം ആ നമ്പർ എന്താവും? 30 ആവും. അങ്ങനെയാണ് ആ നമ്പറിനെ നിയറസ്റ്റ് 10ലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. Then the second rule is that if the digit in the ones place is greater than 5 or more, add 1 to the digit in the tens place and write 0 in the ones place. അതായത് ഈ തന്നിരിക്കുന്ന നമ്പറിൽ വൺസ് പ്ലേസിലെ നമ്പർ 5നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ അവിടുത്തെ ടെൻസ് പ്ലേസിൽ കിടക്കുന്ന നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് മറ്റേ വൺസ് പ്ലേസിൽ കിടക്കുന്നത് 0 ആക്കി മാറ്റണം. അതായത് ലുക്ക് അറ്റ് ദ ഫസ്റ്റ് എക്സാമ്പിൾ ഹിയർ. The ones place is greater than 5. We want to add 1 plus the 3. ഈ 38 എന്ന് പറയുന്ന നമ്പറിൽ 8 എന്ന് പറയുന്നത് 5നേക്കാളും ഗ്രേറ്റർ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ടെൻസ് പ്ലേസിൽ കിടക്കുന്ന 3 ആണ്. 3യുടെ കൂടെ 1 ആഡ് ചെയ്യണം. What is 3 plus 1? 3 plus 1 it is 4. എന്നിട്ട് വൺസ് പ്ലേസിൽ 0 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഇങ്ങനെയാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നത്. റൗണ്ട് ഓഫിൻ്റെ റൂൾസ് ആണ് ഇത്. If the digit in the ones place is less than 5, we want to convert that ones place into 0. If the digit in the ones place is greater than 5 or more, we want to add 1 with the digit in the tens place and write 0 in the ones place. So we can do more exercises about the rounding of numbers in the next class. Today's class is over. Assalamu Alaikum.